ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്കും 2025 അഗ്നിവീർ റാലി ത്രൂ ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് തീർച്ചയായിട്ടും പാസ്സായിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്താണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ വരാൻ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളും 2025 ആർമി റാലിക്ക് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തിരിക്കണം. അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് നിങ്ങൾ അവിടെ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് റിട്ടേൺ വരേണ്ടി വരും. മനസ്സിലായ? അതായത് നിങ്ങൾ പിന്നെ ഫുൾ പ്രോസസ്സിൽ നിന്ന് ഫെയിൽ ആവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള സ്റ്റേജിലോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരിക്കണം. ബേസിക്കലി ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ഇനിഷ്യൽ സ്റ്റേജിലല്ല, ഫസ്റ്റ് റിട്ടേൺ എക്സാം കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ടെസ്റ്റ് വരുന്നത്. പക്ഷേ ഇതിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തിരിക്കണം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്. കുട്ടികളെ, ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു സൈക്കോളജിക് ടെസ്റ്റ് ആണ്. നിങ്ങളുടെ മെന്റൽ എബിലിറ്റിയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്യുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നല്ലപോലെ ഫേസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് അവിടെ സർവീസ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണിത്. നമുക്കൊരു എക്സാമ്പിൾ കൂടി തന്നെ നോക്കാം. ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് വരുന്നത്, അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നോക്കാം. ഈ ഓരോ ക്വസ്റ്റ്യനിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം 5 ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഏതാണെന്ന്. നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് എല്ലാവരുടെയും തിങ്കിങ് ഡിഫറൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മളൊരു 10 കുട്ടികളെ എടുത്താൽ ആ 10 കുട്ടികൾക്കും ഈ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 പേരുടെയും റിപ്ലൈ ഡിഫറൻ്റ് ആയിരിക്കും. മനസ്സിലായ നിങ്ങൾക്ക്? അതുകൊണ്ട് നിങ്ങളും എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന 5 ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അതിൽ നിന്ന് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആൻസർ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ അതിനെ പിൻ ചെയ്ത് കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നോക്കാം. കുട്ടികളെ, നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, he finds an open envelope on the road. The envelope had address and some certificates in it. ഇതിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ട് നിങ്ങൾക്ക് ഇതിന്റെ മീനിങ് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ ലഭിക്കുമ്പോൾ മലയാളത്തിൽ ലഭിക്കത്തില്ല, ഇംഗ്ലീഷിലായിരിക്കും അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് മസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇംപ്രൂവ് ചെയ്തിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് എങ്കിലും ഇംപ്രൂവ് ചെയ്യണം. ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ലഭിച്ചാൽ അതിൻ്റെ പ്രോപ്പർ മീനിങ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നോളജ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയല്ലോ? സോ ഓപ്ഷൻ നമുക്ക് നോക്കാം. വെന്റ് ടു ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ആൻഡ് ഹാൻഡഡ് ഇറ്റ് ഓവർ. Put certificate inside the envelope, fix it and put it in the post box. Went to the address and handed over the certificates. Left it on the road. ഇനി നമുക്ക് മലയാളം മീനിങ് ഒന്ന് റീഡ് ചെയ്യാം. ഒരാൾ റോഡിൽ നടന്നു പോകുന്ന സമയത്ത് അയാൾക്കൊരു തുറന്ന കവർ കണ്ടെത്തി. ആ കവറിനകത്ത് വിലാസം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നു. എങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ആക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നടന്നു പോകുന്ന സമയത്താണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുമോ? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൈമാറി എന്നാണ്. ഇനി നിങ്ങൾ പറയണം ഏതാണ് റൈറ്റ് ആൻസർ എന്ന്. സർട്ടിഫിക്കറ്റ് കവറിനുള്ളിൽ തന്നെ വെച്ചിട്ട് അഡ്രസ് എല്ലാം ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് ബോക്സിൽ ഇട്ടു, വിലാസത്തിൽ പോയി സർട്ടിഫിക്കറ്റുകൾ കൈമാറി, അത് റോഡിൽ ഉപേക്ഷിച്ചു. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ സിനിമയിൽ കാണത്തില്ലേ അതേ രീതിയിലുള്ള ആൻസർ ഒന്നും ഇവിടെ അപ്ഡേറ്റ് ചെയ്യരുത്. നിങ്ങൾ പോസിറ്റീവ്ലി തിങ്ക് ചെയ്യണം. നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അപ്ഡേറ്റ് ചെയ്യാവുള്ളൂ. ബിഗ് ഹീറോ എന്ന രീതിയിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യരുത്. ഒരു നോർമൽ വ്യക്തി എങ്ങനെയാണ് റിപ്ലൈ ചെയ്യുന്നത് അതേ രീതിയിൽ വേണം നിങ്ങൾ ആൻസർ കൊടുക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഒന്ന് തിങ്ക് ചെയ്യണം, ഓക്കെ ഞാനാണ് ആ ഒരു വ്യക്തിയെന്ന്. ഞാൻ ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ എങ്ങനെയായിരിക്കും റിപ്ലൈ ചെയ്യുന്നത് എന്നും പറഞ്ഞ് നെഗറ്റീവ് ഒന്നും അവിടെ മെൻഷൻ ചെയ്യരുത്. നിങ്ങൾ ഫെയിലായി പോകുന്നതായിരിക്കും. ഇതിനകത്തൊരു നെഗറ്റീവ് ആൻസർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് റോഡിൽ ഉപേക്ഷിച്ചു. അതായത് നിങ്ങൾ ആ എൻവലപ്പ് കണ്ടു, അതിനകത്ത് കുറച്ച് സർട്ടിഫിക്കറ്റും കണ്ടു, നിങ്ങൾ ആ വിട്ടിട്ട് നിങ്ങൾ അങ്ങ് പോയി. ഇതൊരു നെഗറ്റീവ് ആൻസർ ആണ്. മനസ്സിലായി? ഇതൊരു നെഗറ്റീവ് ആൻസർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൻസർ ഒന്നും നിങ്ങളവിടെ അപ്ഡേറ്റ് ചെയ്യരുത്. പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ വേണം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഇതിൽ നിങ്ങളുടെ ആൻസർ ഏതാണെന്ന്. നിങ്ങൾ ടൈപ്പ് ചെയ്യണം നിങ്ങളുടെ നെയിം, അതിനുശേഷം 1 2 3 4 5 എന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ നിങ്ങൾ ആൻസർ ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും, നോളജ് കിട്ടുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിൽ വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഞാനും ഇടുന്നതായിരിക്കും. പ്രോപ്പറായിട്ട് വരുന്ന ഒരു ആൻസർ പിൻ ചെയ്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതും ആയിരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹി വാസ് ക്രോസിംഗ് ദ റിവർ ഇൻ എ സ്മാൾ ബോട്ട്. സഡൻലി ദ ബോട്ട് ഡെവലപ്ഡ് എ സ്മാൾ ഹോൾ. ഇവിടെ ഹി എന്ന് പറയുന്ന ആരാണ്? എക്സാം എഴുതുന്ന ആ ഒരു വ്യക്തിയാണ്. അവനാണ് ഹീറോ. ആ ഒരു സിറ്റുവേഷനിൽ ഹീറോ ആ ഒരു വ്യക്തിയാണ്. അവനാണ് റിപ്ലൈ കൊടുക്കേണ്ടുന്നതും ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതും ആ ഒരു വ്യക്തിയാണ്. ഇനി നമുക്ക് മലയാളം മീനിങ് നോക്കാം. ഒരു ചെറിയ വെള്ളത്തിൽ അയാൾ നദി മുറിച്ച് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് വെള്ളത്തിൽ ഒരു ചെറിയ ഹോൾ രൂപപ്പെട്ട് അയാൾ എന്ത് ചെയ്യും? ഇവിടെ നിങ്ങളാണ് ഹീറോ. നിങ്ങളുടെ ആക്ഷൻ എന്തായിരിക്കും ആ ഒരു സമയത്ത്?
ഇത് ഡെഫിനറ്റ്ലി ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഏത് ആക്ഷൻ ആയിരിക്കും എടുക്കുന്നത്? ഓപ്ഷൻ നോക്കുക കുട്ടികളെ. വള്ളം പൂർണ്ണമായും അപകടമാവുന്നത് വരെ അതിൽ തന്നെ തുടർന്നു. പിന്നീട് വള്ളത്തിൽ നിന്ന് ചാടി കരയിലെത്താൻ നീന്തി തുടങ്ങി. നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കൂ, ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ വരുന്നതെന്ന്. നിങ്ങളൊരു നദി ക്രോസ് ചെയ്യുന്നു, വള്ളത്തിലാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഒരു ഹോൾ രൂപപ്പെട്ടു, വെള്ളം കയറി വരുന്നു. എങ്കിൽ പിന്നെ അങ്ങോട്ട് ആ ഒരു വള്ളം മൂവ് ചെയ്യുമോ? നിങ്ങൾ കര വരെ എത്താനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുമോ? ആ സിറ്റുവേഷൻ എങ്ങനെയാണ് നിങ്ങൾ നോക്കണം. ആ സിറ്റുവേഷൻ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരണം. അതനുസരിച്ച് നിങ്ങൾ റിപ്ലൈ കൊടുക്കണം. സിനിമയിൽ ഹീറോ ആകാൻ നോക്കരുത്. മനസ്സിലായ? സെക്കൻഡ് ഓപ്ഷനാണ് തുണിയിലൂടെ ദ്വാരം അടയ്ക്കാൻ ശ്രമിച്ചു, അങ്ങനെ അയാൾ കരയിലെത്താൻ ശ്രമിച്ചു. തേർഡ് ഓപ്ഷനാണ് വള്ളം കാലിയാക്കാൻ ബക്കറ്റ് ഉപയോഗിച്ചു, കരയിലെത്താൻ അവസാനം ഓടി, സഹായത്തിനായി നിലവിളിച്ചു. ഫോർത്ത് ഓപ്ഷൻ. ഇതിൽ നിങ്ങൾ നോക്കുക പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ഏതാണ്, നിങ്ങളുടെ ക്വാളിറ്റിയുമായിട്ട് നിങ്ങളുടെ ക്യാരക്ടറുമായിട്ട് എങ്ങനെയാണ് ഇത് മാച്ച് ആവുന്നത്, നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഏതാണ്, നിങ്ങളുടെ തിങ്കിങ് എങ്ങനെയാണെന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള റിപ്ലൈ വേണം നിങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ആണ് ദ റെയിൽവേ കോച്ച് ഇൻ വിച്ച് ഹി വാസ് ട്രാവലിംഗ് കോട്ട് ഫയർ, ഇറ്റ് വാസ് നൈറ്റ് ഹി. ഇവിടെയും ഹീറോ നിങ്ങൾ തന്നെയാണ്. നമുക്കിനി ഓപ്ഷൻ നോക്കുന്നതിന് മുമ്പ് മലയാളം മീനിങ് എടുത്തിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതോ ഒരു വ്യക്തി, അത് നിങ്ങളാണ്, സഞ്ചരിച്ചിരുന്ന റെയിൽവേ കോച്ചിന് തീ പിടിച്ചു, രാത്രിയായിരുന്ന സംഭവം. എങ്കിൽ നിങ്ങളുടെ ആക്ഷൻ എന്താണ്? നമുക്കതിന്റെ മലയാളം മീനിങ് നോക്കാം. ഫസ്റ്റ് ഹീറോ ചെയ്യുന്ന ആക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ചങ്ങല വലിച്ച് സഹയാത്രികരെ ഉണർത്തി കോച്ചിൽ നിന്ന് പുറത്തിറങ്ങി. സെക്കൻഡ്, യാത്രക്കാരെ ഉണർത്താൻ ചങ്ങല വലിക്കാൻ തീ കെടുത്താൻ ആക്രോശിച്ചു. തേർഡ് ഓപ്ഷൻ ആണ് തൽക്ഷണം തന്റെ പുതപ്പ് തീയിട്ടു, അത് കെടുത്തി യാത്ര തുടർന്നു. ഫോർത്ത് ഓപ്ഷൻ ആണ് പെട്ടെന്ന് പുതപ്പെറിഞ്ഞ് തീ കെടുത്തി കാരണം കണ്ടെത്തി യാത്ര തുടരാൻ GRPയെ അറിയിച്ചു. ഇതാണ് കുട്ടികളെ 4 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. നിങ്ങളാണ് ആ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്, പെട്ടെന്ന് നിങ്ങളുടെ കോച്ചിന് തീ പിടിച്ച്, നിങ്ങളുടെ ആക്ഷൻ എന്തായിരിക്കും? രാത്രിയായിരുന്ന സംഭവം, നിങ്ങൾ ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ആക്ഷൻ എന്തായിരിക്കും? നിങ്ങൾ എമർജൻസി ഫയർ ചെയ്യുമോ, അതോ കോൾ ചെയ്യുമോ, അല്ലെ GRPയെ വിളിക്കുമോ, നിലവിളിക്കുമോ, തീ അണയ്ക്കാൻ നോക്കുമോ? എന്താണ് നിങ്ങളുടെ ആക്ഷൻ എന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. മനസ്സിലായ? കോമൺ ആയിട്ട് തിങ്ക് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കോച്ചിനകത്ത് യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് തീ വരികയാണെന്നുള്ളത് ഡെഫിനറ്റ്ലി ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ട്. ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നിലവിളിക്കും, എന്തായാലും നിലവിളിക്കും. ഓപ്പൺ ആയിട്ട് എല്ലാവരും എന്താണ് ഉണർത്താൻ നോക്കും, പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ എടുക്കും, തീ അണയ്ക്കാൻ നോക്കും, എന്നിട്ട് ചെയിൻ വലിക്കാൻ നോക്കും, ചങ്ങല വലിച്ച് നിർത്താൻ നോക്കും. അത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി എടുക്കുന്ന ആക്ഷനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ 4 ഓപ്ഷനകത്ത് നിങ്ങളുടെ ആൻസർ ഏതാണ് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ NCC ക്യാമ്പ് ഹിസ് ബാച്ച്മേറ്റ്സ് ഡിക്ലെയർഡ് എ സ്ട്രൈക്ക് ഫോർ ദ റൂഡ് ബിഹേവിയർ ഓഫ് എ ഹവിൽദാർ. NCC ക്യാമ്പിൽ ഹവിൽദാറുടെ പെരുമാറ്റം അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിന്റെ തെറ്റായിട്ടുള്ള ആ ഒരു പെരുമാറ്റത്തിനെതിരെ ഇവരെന്താണ് സ്ട്രൈക്ക് പ്രഖ്യാപിച്ചു. സമരം പ്രഖ്യാപിച്ചു. അപ്പോൾ ആക്ഷൻ എന്തായിരിക്കും ആക്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആ ഹീറോ എന്താണ് ചെയ്യുന്നത്? ആ സ്ട്രൈക്കിൽ പങ്കെടുക്കുമോ? നെക്സ്റ്റ്, മുൻകൈയെടുത്ത് ഹവിൽദാരുമായി ഈ വിഷയത്തിൽ സംസാരിക്കാൻ പോയി. നെക്സ്റ്റ്, കേഡറ്റുകളോട് മാന്യമായി പെരുമാറാൻ ഹവിൽദാരോട് ഉപദേശിച്ചു. ലാസ്റ്റ് ഓപ്ഷനാണ് സമരം പിൻവലിക്കാൻ അവരെ ബോധ്യപ്പെടുത്തി ഹവിൽദാരോട് മാന്യമായി പെരുമാറാൻ അഭ്യർത്ഥിച്ചു. ഇതിനകത്ത് നെഗറ്റീവ് ആൻസറും ഉണ്ട്, പോസിറ്റീവ് ആൻസറും ഉണ്ട്. കണ്ടുപിടിക്കുക ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന്. മനസ്സിലായി? എൻ്റെ പേഴ്സണൽ ബിഹേവിയർ വെച്ചും എൻ്റെ സൈക്കോളജി മെൻറ്റാലിറ്റി വെച്ചും എൻ്റെ ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും, നിങ്ങളുടെ ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ ആൻസർ ഏതാണെന്ന്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹി വാസ് ഇൻ എ ട്രാഫിക് ജാം ബിഹൈൻഡ് ഹിസ് കാർ ദ ആംബുലൻസ് വാസ് മേക്കിംഗ് അലാറം. ഒരു ഗതാഗത കുരുക്കിലായിരുന്നു, അതായത് ട്രാഫിക് ജാം ആയിരുന്നു. അയാളുടെ കാറിന് പിന്നിൽ ആംബുലൻസ് അലാറം മുഴക്കുകയായിരുന്നു. അപ്പോൾ അയാളുടെ ആക്ഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കൂ. മറ്റുള്ളവരുടെ സഹായത്തോടെ ആംബുലൻസിനായി സ്ഥലം സൃഷ്ടിച്ചു, ആംബുലൻസ് ഡ്രൈവറോട് അലാറം നിർത്താൻ ഉപദേശിച്ചു, ആംബുലൻസിനുള്ള വഴിയൊരുക്കാൻ ട്രാഫിക് പോലീസിനോട് അഭ്യർത്ഥിച്ചു, കാറിൽ നിന്ന് ഇറങ്ങി ജാം നീക്കി ആംബുലൻസിന് വഴിയൊരുക്കി. ഈ ഒരു ക്വസ്റ്റിനകത്ത് പോസിറ്റീവ് ആൻസറും ഉണ്ട്, നെഗറ്റീവ് ആൻസറും ഉണ്ട്. എല്ലാ ക്വസ്റ്റിനകത്തും പോസിറ്റീവ് ആൻസറും വരും, നെഗറ്റീവ് ആൻസറും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ്ലി തിങ്ക് ചെയ്യണം, അതിനനുസരിച്ചുള്ള ആൻസർ വേണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടുന്നത്. ക്ലിയർ ആയല്ലോ കുട്ടികളെ? അപ്പോൾ ഈ 5 ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഉപയോഗിച്ച് പ്രാക്ടിക്കലി നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കണം. പ്രാക്ടിക്കലി വേണം. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഗ്രൗണ്ടിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യം മാത്രമായിരിക്കണം നിങ്ങൾ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടുന്നത്. മൂവിയിൽ കാണുന്ന കണക്ക് ഒരിക്കലും ആൻസർ അപ്ഡേറ്റ് ചെയ്യരുത്. കൂടുതലും കുട്ടികളും അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റിൽ കാണിക്കുന്ന മിസ്റ്റേക്കാണ്. അവർ മൂവിയിൽ ഹീറോ കണക്കങ്ങ് അവിടെ ആൻസർ അപ്ഡേറ്റ് ചെയ്യും, നേരെ തോറ്റു പോവുകയും ചെയ്യും. അങ്ങനെയൊന്നും പറ്റത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. പേപ്പർ വാല്യൂഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റും.
അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല എന്ന്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നത്. 5, 10, 15, 20 ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് എത്ര ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഏതെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാതെ നിങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുമോ എന്നൊക്കെ അറിയാനുള്ള ടെസ്റ്റാണ് ഈ സൈക്കോളജി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെ നല്ല രീതിയിൽ തന്നെ കാണണം, നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇനിയും ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഞാൻ എൻ്റെ കൂടി റിപ്ലൈ ഡെഫിനറ്റ്ലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യനകത്തും എൻ്റെ ആൻസർ ഏതാണ് എന്നുകൂടി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. 2024 ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എൻ്റെ ആൻസർ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2024 ഇന്ത്യൻ ആർമിയുടെ സെലക്ഷൻ പ്രോസസ്സിൽ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഇല്ലായിരുന്നു. ഈ തവണ എന്തായാലും കാണുമെന്ന് ആൾറെഡി അവർ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി കൂടി നിങ്ങൾ പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ 2025 ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഓൺലൈൻ ക്ലാസ് ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഓഫ്ലൈൻ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. NSG കമാൻഡോയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെയും ഇതേ രീതിയിലുള്ള അഡാപ്റ്റബിലിറ്റി ടെസ്റ്റാണ് ഉള്ളത്. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഫീസാണ് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അഗ്നിവീർ GD, ട്രേഡ്സ്മാൻ, ക്ലർക്ക്, ടെക്നിക്കൽ, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എല്ലാ ട്രേഡിനും അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് മസ്റ്റ് ആയിട്ടും പാസ്സായിരിക്കണം. അപ്പോൾ നിങ്ങളും ഒട്ടും ടൈം ലേറ്റ് ആക്കരുത്. ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.